ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ എണീറ്റു കേട്ടോ. വേറൊന്നല്ല, ഇന്ന് അമ്പലത്തിൽ പോകാനായിട്ടിരിക്കുക കേട്ടോ. ഇന്ന് 1-ാം തീയതിയാണ്. അപ്പോൾ അമ്പലത്തിൽ പോയി ഭഗവാനെയൊക്കെ ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ കുളിക്കുകയാണ് കേട്ടോ. കാര്യം പോകാറാകുമ്പോഴത്തേക്ക് മുടിയൊക്കെ നന്നായിട്ടൊന്ന് ഉണങ്ങി കിടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതല്ലെങ്കിൽ നനഞ്ഞ എണ്ണ കെട്ടിയിട്ടൊക്കെ പോകാനായിട്ട് ഭയങ്കര ഒരു വൃത്തികേടായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ കുളിച്ചു. കുളി കഴിഞ്ഞ അടുത്ത പരിപാടി ചെറിയ തോതിലൊന്ന് മേക്കപ്പ് ഇടുകയാണ് കേട്ടോ. വലിയ രീതിയിലൊന്നും ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. നോർമലി ഒരു ക്രീം ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാര്യം ഇപ്പോഴത്തെ നമ്മുടെ വെയിലും ചൂടും എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. കാര്യം നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് ടാൻ അടിച്ച് കരിഞ്ഞായിരിക്കും വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഞാൻ മുഖത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സൺസ്ക്രീന് നല്ല രീതിയിൽ തന്നെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. നമ്മൾ എവിടെയെങ്കിലും പോകുന്നതിന് ഒരു കുറച്ച് നേരം മുമ്പായിട്ട് തന്നെ സൺസ്ക്രീൻ ഇട്ട് വെക്കണം കേട്ടോ, വെളിയിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ അകത്തുകൂടെ ഒന്ന് നടക്കണം കേട്ടോ. ആ ഒരു ടൈം കൊണ്ട് എൻ്റെ മുടിയൊക്കെ ആയാലും ഉണങ്ങി കിട്ടും. രാവിലെ വാതിലൊന്നും തുറന്നിട്ടില്ല കേട്ടോ. കാര്യം എല്ലാവരും എണീറ്റ് വരുന്നതേ ഉള്ളൂ. ഞാനും അമ്മയാണ് ഫസ്റ്റ് എണീറ്റത്. അത് കഴിഞ്ഞ് നേരെ ഞാനൊന്ന് ചെടിയൊക്കെ നനയ്ക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. അപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്നൊരു ഇളം വെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. ചെടിക്കൊക്കെ നമ്മൾ എപ്പോഴും വെള്ളം കൊടുക്കും കേട്ടോ. കാര്യം ഇവിടുത്തെ നാട്ടിലെ ചൂടിൽ ഭയങ്കര ചൂടാണ്. എല്ലാ ചെടികളും നശിച്ചു പോകും കേട്ടോ, വെള്ളമൊക്കെ അത്യാവശ്യത്തിന് കൊടുത്തില്ലെങ്കിൽ. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. രാവിലത്തെ എൻ്റെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഞാൻ നേരെ കൈയൊക്കെ വാഷ് ചെയ്തു കേട്ടോ. കാര്യം വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ചെളിയായാലും എല്ലാം നമ്മുടെ കയ്യിലോട്ടാകാറുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്ത് കൊടുത്തു. നിങ്ങൾ വിചാരിക്കും കുളിക്കുന്നതിന് മുമ്പല്ലേ ഇതെല്ലാം ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും നോക്കാറില്ല. കുളിച്ച് കഴിഞ്ഞിട്ടായാലും കുളിക്കുന്നതിന് മുമ്പായാലും എൻ്റെ എപ്പോഴാണോ എനിക്ക് സമയം കിട്ടുന്നത് അതനുസരിച്ചിട്ട് ഞാൻ ചെയ്യും കേട്ടോ. ഇന്ന് എനിക്ക് കുറച്ച് സമയം കൂടുതലുണ്ടായിരുന്നു. കാര്യം വിച്ചു എണീക്കണമായിരുന്നു. വിച്ചു എണീറ്റിട്ട് വേണമായിരുന്നു എനിക്ക് പോകാൻ. അപ്പോൾ അത്രയും സമയം ഞാൻ ഫ്രീ ആയതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ ചെയ്ത് കൊടുത്തത്. പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് സെൽഫ് ക്ലീനിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. എൻ്റെ നഖമൊക്കെ ആകെ അഴുക്കായിട്ടിരിക്കുകയായിരുന്നു. കാര്യം നഖമൊക്കെ വളർന്ന് ക്യൂട്ടസൊക്കെ പോയി ആകെ അലമ്പായിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ നഖമൊക്കെ ഒന്ന് വെട്ടി നന്നായിട്ട് ഉരച്ചൊന്ന് ക്ലീനൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് നഖമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ഇപ്പം എൻ്റെ ആൾക്കാരൊക്കെ പറയാറില്ലേ, ഞാനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ അവരുടെ കാലിലെ നഖം കയ്യിലെ നഖമൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. ഒരാളുടെ കാലിലെയും കയ്യിലെയൊക്കെ നഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എത്രത്തോളം വൃത്തിയുണ്ടെന്ന് അറിയാമെന്ന് പഴമക്കാർ പറയാറുണ്ട്. അപ്പോൾ അതിലൊക്കെ ഞാൻ കുറച്ച് വിശ്വസിക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നീറ്റാക്കി വെക്കാറുണ്ട്. കുറേ നാളായി കേട്ടോ ഞാൻ ഈ ഒരു ക്യൂട്ടസ് ചേഞ്ച് ചെയ്തിട്ട്. എപ്പോഴും അടിക്കുന്നത് ഈ ഒരു കളറാണ് കേട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല, എൻ്റെ കയ്യിൽ ഈ ഒരു കളറേ ഉണ്ടായിരുന്നുള്ളേ. അപ്പോൾ കളർ ഷെയ്ഡൊന്നും മാറ്റണമെന്ന് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരുന്നതാണ് കേട്ടോ. എന്നാൽ പിന്നെ കിട്ടിയ താപ്പിന് മാറ്റിയേക്കാമെന്ന് വിചാരിച്ച്. അമ്മയുടെ കയ്യിൽ കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ ക്യൂട്ടസ്. അപ്പം ഞാൻ അമ്മയുടെ നിന്ന് ഒരു 3 ക്യൂട്ടസ് ഞാൻ അടിച്ചു മാറ്റി അതിൽ വെച്ച് നോക്കുകയാണ് കേട്ടോ. എൻ്റെ കൈക്ക് ഏതാണ് ഏറ്റവും നല്ലതായിട്ട് ചേരുന്നുള്ള അങ്ങനെ ഒരു ലൈറ്റ് കളർ ഞാൻ എടുത്തു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഷെയ്ഡ്. ഞാൻ തന്നെ അമ്മയ്ക്ക് വാങ്ങി കൊടുത്തത് ാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്ത് ഇടാമെന്ന് വിചാരിച്ച് ക്യൂട്ടസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരുപാട് വൃത്തിക്ക് ക്യൂട്ടസ് ഒന്നും ഇടാനായിട്ട് അറിയത്തില്ല കേട്ടോ. ഞാൻ എങ്ങനെ ഇട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിലും അറ്റത്ത് മൂലയിലൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പറ്റുമേ. പിന്നെ അത് തുടച്ച് കളയലാണ് കേട്ടോ എൻ്റെ ഏറ്റവും വലിയ മെനക്കെട്ട പരിപാടി. അതുകൊണ്ട് തന്നെ ഞാൻ ക്യൂട്ടസ് ഇടൽ ഭയങ്കര കുറവാണ്. വല്ലപ്പോഴൊക്കെ ഒന്ന് ഇട്ടാലായി അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇപ്പം കുറച്ചും കൂടെ ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ നിങ്ങളോടൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ച് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഒരുപാട് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. എവർട്ടിൻ യൂണിലൈഫ് റിവറ്റലൈസിൻ ഇൻറ്റിമേറ്റ് ജെല്ലാണ് ഇത്. ഇതുപയോഗിക്കേണ്ട വിധം നമ്മുടെ കൈകളും പ്രൈവറ്റ് ഏരിയയും ശുദ്ധമായ വെള്ളത്തിൽ വൃത്തിയായി കഴുകുക. അതിനുശേഷം നമ്മൾ സ്ക്വാട്ടിംഗ് പൊസിഷനിൽ ഇരിക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ജെല്ല് നമ്മുടെ വിരൽത്തുമ്പിലെടുത്ത് നമ്മുടെ പ്രൈവറ്റ് പാർട്ടിലും പരിസരത്തും വൃത്താകൃതിയിൽ പുരട്ടുക. ഫുൾ അബ്സോർവ് ആവുന്ന വരെ നമ്മൾ ഇരിക്കുക. ദിവസേന 2 തവണയെങ്കിലും എവർട്ടിൻ യൂണിലൈഫ് റിവറ്റലൈസിൻ ഇൻറ്റിമേറ്റ് ജെൽ പുരട്ടുക. ഇത് നമ്മളെ സഹായിക്കുന്നത് റിവറ്റലൈസിൻ ഇൻറ്റിമേറ്റ് വാൾസ്, റീസ്റ്റോർ സ്കിൻ ഇലാസ്റ്റിസിറ്റി, അതുപോലെ തന്നെ പെൽവിക് മസിൽസുകളെ ശക്തിപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇൻഫെക്ഷനും ദുർഗന്ധവും ഒന്നും ഉണ്ടാവില്ല. ഡ്രൈനസും ഇച്ചിങ്ങും കുറയ്ക്കും.
പീരീഡ്സ് ടൈമിലും പ്രഗ്നൻസി ടൈമിലും ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യരുത്. എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഒരുപാട് യൂസ്ഫുള്ളായിട്ട് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി ഈ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തന്നത്. ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ളവർക്ക് ഒരുപാട് നല്ലതാണ് കേട്ടോ. ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ മീഷോ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, അതുപോലെ തന്നെ എവർട്ടീൻ്റെ ഒഫീഷ്യൽ പേജിലും ഉണ്ട് കേട്ടോ. കൂടാതെ നമ്മൾ വീഡിയോയിൽ ടാഗ് ചെയ്തും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കൊടുത്തേക്കാം. വേണ്ടവർ കയറി പർച്ചേസ് ചെയ്യണേ. അമ്പലത്തിൽ പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഫ്രഷ് ജ്യൂസ് കുടിച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങൾക്ക് കുറച്ച് മാംഗോ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ മാംഗോ ജ്യൂസ് അടിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു ജ്യൂസാണ് കേട്ടോ രാവിലെ തന്നെ കുടിക്കുന്നത്. വേറെ ഒന്നും കഴിച്ചിട്ടൊന്നും നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും ചെറുതായിട്ട് ഒരിച്ചിരി വെള്ളമെങ്കിലും കുടിച്ചില്ലെങ്കിൽ ചിലപ്പം എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലം, അതായത് തല കറങ്ങും അങ്ങനെ എന്തെങ്കിലും ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഫ്രഷ് ജ്യൂസ് കുടിക്കുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ കുറച്ച് നേരം വർക്കൊക്കെ നോക്കാനായിട്ടുണ്ടായിരുന്നു. ഞാനപ്പം ജ്യൂസൊക്കെ കുടിച്ചിരുന്നു കുറച്ച് നേരം വർക്കും കൂടെ നോക്കിയിട്ട് രാവിലെ തന്നെ നമുക്ക് കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു. അതും കൂടെ നോക്കിയിട്ട് നമുക്ക് അമ്പലത്തിലോട്ട് പോയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എവർട്ടിൻ യോനി ലൈഫ് റിവറ്റലൈസിൻ ഇൻറ്റിമേറ്റ് ജെൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ബൈ ഗായ്സ്.